നമസ്കാരം. എല്ലാ മനഃപ്രേക്ഷകർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്ന വിഷയം, ക്ഷേത്രത്തിൽ പിതൃപൂജയും തിലഹവനവും നടത്തിയാൽ മരിച്ചവർക്ക് മോക്ഷം കിട്ടുമോ? നമ്മുടെ കമൻറ്റ് ബോക്സിൽ വ്യക്തികൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളും നമ്മൾ കാണാറുണ്ട്. ഇതിൽ ന്യായമായ ചോദ്യങ്ങൾക്കെല്ലാം, അത് ഒരുപാട് പേർക്ക് ഇതേ സംശയം ഉണ്ടെന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ എപ്പിസോഡായിട്ട് മറുപടി കൊടുക്കാറുണ്ട്. ചെറിയ വിഷയങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ താഴെ തന്നെ, ആ ചോദിച്ച കമൻറ്റിൻ്റെ താഴെ തന്നെ നമ്മൾ മറുപടി കൊടുക്കാറുണ്ട്. ഒരു ആചാരം നിലയ്ക്ക് നമുക്ക് ഈ ഒരു ചോദ്യം വന്നു. അപ്പോൾ ഇത് ഒരു ശരിയായ ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇതുപോലെ സംശയമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് നമ്മൾ കരുതിയത്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ പിതൃപൂജയും തിലഹവനവും നടത്തിയാൽ മരിച്ചവർക്ക് മോക്ഷം കിട്ടുമോ? ഈ പിതൃപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്ന പൂജ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മരിച്ച വ്യക്തിയുടെ പേര്, മരിച്ച നക്ഷത്രം വെച്ചിട്ടായിരിക്കുമല്ലോ ഈ പിതൃപൂജ ചെയ്യുക. അപ്പോൾ അതിൽ വിഷ്ണു സങ്കല്പത്തിലായിരിക്കും എപ്പോഴും നമ്മളൊരു വിളക്ക് വെച്ച് അതിൽ നിവേദ്യങ്ങളൊക്കെ അർപ്പിച്ച്, ആ നിവേദ്യം നമ്മളാരും കഴിക്കാറില്ല. അത് എള്ളിട്ട വെള്ള നിവേദ്യമായിരിക്കും പ്രധാനമായിട്ടും. അത് കാക്കയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ ഈ പിതൃപൂജ ചെയ്താൽ നമുക്ക് പ്രയോജനം ഉണ്ടാവും. അല്ലെ തിലഹവനം എന്ന് വെച്ചാൽ തിലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ള്. ഓം അനാദിമിതിനാനന്ദ ശംഖുചക്രഗദാധര അക്ഷയിക പുണ്ടരീകാക്ഷ പ്രേതമുക്തി പ്രേതോഭവസ്വ. അല്ലയോ മഹാവിഷ്ണു ഭഗവാനെ, എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള പിതൃക്കൾക്ക് പ്രേതത്തിൽ നിന്നും മുക്തി വരുത്തി ഒരു പിതൃവാക്കി ഇവർക്ക് അടുത്ത ഒരു ജന്മത്തിലേക്ക് പോകാൻ അവസരം കൊടുക്കണേ എന്നുള്ളതാണ് തിലഹവനം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിലഹവന മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ നമ്മൾ തിലഹവനം പിതൃപൂജയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മോക്ഷപ്രാപ്തി ലഭിച്ച പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണിത് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും. പിന്നെ ഇതിൻ്റെ കുറച്ച് വശങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി, അത് ഞാൻ പറയാം. അതായത് നമ്മൾ ക്ഷേത്രത്തിൽ, വലിയ ക്ഷേത്രമായിക്കോട്ടെ ചെറിയ ക്ഷേത്രമായിക്കോട്ടെ, ക്ഷേത്രങ്ങളിലൊക്കെ ബലിക്കല്ലുകൾ നമ്മൾ കാണാറുണ്ട്. ഇനി ബലിക്കല്ലില്ല, ക്ഷേത്രത്തിൽ ഭഗവാന് ദ്വാരപാലകന്മാരുണ്ട്. ദ്വാരപാലകന്മാർ വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. അവിടെ ദ്വാരപാലക സങ്കല്പം തീർച്ചയായിട്ടും ഏതൊരു ക്ഷേത്രത്തിലായാലും ഉണ്ട്. ക്ഷേത്ര സംരക്ഷകരായിട്ടാണ് ഈ ദ്വാരപാലകരെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഒരു പരിധി വരുന്ന ഒരു അവസ്ഥ വരെ നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ ഒന്നും അകത്തേക്ക് പ്രവേശിക്കുകയില്ല. ആ ഒരു പരിധി വിട്ടേ നമ്മളത് ചെയ്യുള്ളൂ. പലയിടത്ത് ദേവപ്രശ്നം വെക്കുമ്പോഴും അവിടെ പിതൃക്കളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതായിട്ടും അവിടെ ഉള്ള പിതൃക്കളെയൊക്കെ ആവാഹിച്ച് മാറ്റിക്കൊണ്ടിട്ട് പിന്നീട് ആ ക്ഷേത്രത്തിൽ പിതൃപൂജ, തിലഹവനം, ബലിതർപ്പണം മുതലായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പല ജ്യോത്സ്യന്മാർ നിർദ്ദേശിക്കാറുണ്ട്. പിതൃക്കളെ ഇരുത്താനായിട്ട് കുറച്ച് ക്ഷേത്രങ്ങൾ കേരളത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ തിരുവല്ലം, തിരുനെല്ലി, വർക്കല, ചേലാമറ്റം, തിരുവല്ലുവാരം, ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്ഷേത്രങ്ങൾ പിതൃക്കൾക്ക് വേണ്ടി പഴയ കാലം തൊട്ടേ പറയുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഒരു വ്യക്തി മരിച്ച് ദേഹിയെ വേർപെടുന്ന അവസ്ഥയാണ് നമ്മൾ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ വേർപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വർഷം കഴിഞ്ഞ് 365 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ ആവാഹിച്ചിരുത്തേണ്ടതായിട്ടുണ്ട്. പഴയ കാലത്ത് പിതൃക്കളെ ഇരുത്തുന്ന സമ്പ്രദായമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലം കൊണ്ട്, പ്രത്യേകിച്ച് ഒരു 95-2000 കാലഘട്ടം തൊട്ട് ഇങ്ങോട്ടാണ് പിതൃക്കളെ ഇരുത്തുന്ന സമ്പ്രദായമൊക്കെ ഉള്ളത്. പഴയ കാലത്ത് വെച്ചാൽ ഈ കർമ്മങ്ങളിൽ കുറവുകൾ വരാറില്ല. ഒരു 99% ഇടത്തും കർമ്മങ്ങളിൽ കുറവുകൾ വരാറില്ല. കർമ്മങ്ങൾ ലോപിക്കൽ ദുരിതങ്ങൾ വർദ്ധിക്കുമെന്നാണ് പറയുക. കർമ്മങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്യണം, എന്നാലേ ദുരിതങ്ങൾ വർദ്ധിക്കാതിരിക്കത്തുള്ളൂ. അതായത് ഒരു വ്യക്തി മരിച്ച് നേരത്തിനകമായിട്ട് മരിച്ച ശരീരം ദഹനക്രിയയ്ക്ക് വിധേയമാകണം. കൃത്യമായിട്ട് 4-ാമത്തെ ദിവസം സഞ്ചയനം ചെയ്യണം. ഇപ്പം കർമ്മികളുടെ ഇഷ്ടപ്രകാരം 5, 7, 9 ദിവസങ്ങളിലൊക്കെയാണ് സഞ്ചയനം ചെയ്യുന്നത്. കൃത്യം 16 രാത്രി പൊല ആചരിക്കണം. ഇപ്പോൾ എല്ലാവർക്കും 12ഉം 13ഉം ഒക്കെ ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. ബ്രാഹ്മിൺസിന് മാത്രം, അവർക്ക് ഷോഡശകർമ്മങ്ങൾ ഉള്ളതുകൊണ്ടാണ് 12 ദിവസം ആചരിച്ചാൽ മതി എന്ന് പറയുന്നത്. 16 ദിവസം പൊല ആചരിക്കണം, 16 രാത്രി പൊല ആചരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടുബലി ഇടുന്നവരുണ്ട്, മാസബലി ഇടുന്നവരുണ്ട്, കൈബലി ഇടുന്നവരുണ്ട്. അപ്പോൾ അത് 41 ദിവസം വരെ ആചരിക്കുന്നവരുണ്ട്. അല്ലാതെ കണ്ടിട്ട് 16-ന് നമുക്ക് നിർത്തിയിട്ട് മാസബലി ഇട്ട് ഒരു വർഷമാകുമ്പോൾ അസ്ഥി കൊണ്ട് നിമഞ്ജനം ചെയ്യണം. ഒരു വർഷമാകുമ്പോൾ അസ്ഥി കൊണ്ട് നിമഞ്ജനം ചെയ്തിട്ട് നമുക്ക് ഈ പിതൃമോക്ഷമായോ നോക്കിയിട്ട് ആയില്ല എങ്കിൽ നമുക്കതിനെ ആവാഹിച്ചിരുത്തണം. ആവാഹിച്ചിരുത്തിയതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ബലിയിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിതൃപൂജ ചെയ്ത് തിലഹവനം നടത്തി കഴിഞ്ഞാൽ പ്രയോജനമുണ്ട്. ആവാഹിച്ചിരുത്താണ്ടതൊന്നും ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളില്ല. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ദ്വാരപാലകന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ആവാഹിച്ചിരുത്താത്ത പിതൃക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ശക്തിയാണ്. ഇവർ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഈ ദ്വാരപാലകന്മാർ പ്രൊട്ടക്ഷനായിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പം ഇവർ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ
ദ്വാരപാലകന്മാർ നിൽക്കുമ്പോൾ അവരുടെ സാന്നിധ്യം എങ്ങനെ അങ്ങോട്ട് വരിക? അപ്പോൾ എല്ലാവരും പറഞ്ഞു തരാത്തൊരു കാര്യമാണിത്. അപ്പം ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ വേണം, അല്ലെങ്കിൽ വരുമാനം വേണം ചിന്തിക്കുന്ന ചില ഭരണകർത്താക്കൾ അവിടെ പിതൃപൂജയും തിലഹവനും ഒക്കെ നടത്തും. പക്ഷെ അത് ക്ഷേത്രത്തിന് ബാധയായിട്ട് വരും, ഇത് ചെയ്യുന്നവർക്കും ബാധയായിട്ട് വരും. പഴയ കാലത്തെ കൂട്ട് കർമ്മങ്ങളൊന്നും വൃത്തിയായിട്ട് ആരും ചെയ്യുന്നില്ല. മരണം കഴിഞ്ഞാൽ താടിമുടി വെട്ടാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല, ദേശം വിട്ട് പോകാൻ പാടില്ല, മരണം ക്ഷണിക്കാൻ പോകാൻ പാടില്ല, മരിച്ച വീട്ടിൽ നിന്ന് വേറെ വീട്ടിൽ പോയി ആഹാരം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ദഹനം കഴിയുന്നതിന് മുമ്പായിട്ട് പഴയ കാലത്ത് പറയും ഇടം മുറിയാതെ പോകരുതെന്ന് പറയും. ഇപ്പം നമുക്ക് പട്ടടയിലോട്ട് അതായത് ചിതയിലോട്ട് ശരീരം വെച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ കുളിക്കുക, എന്തെങ്കിലും കഴിക്കുക, ഭക്ഷണം കാറെ കയറി പോവുക, പിറ്റേ ദിവസം തൊട്ട് ജോലിക്ക് പോകുന്ന അവസ്ഥയാണ്. ഫാസ്റ്റ് യുഗമാണ്, എല്ലാവരും കുറ്റം പറയുന്നില്ല. പക്ഷേ അതൊക്കെ കർമ്മത്തിലെ ലോപത്വമാണ്. അപ്പം അങ്ങനെ കർമ്മങ്ങൾ ലോപിക്കുമ്പോൾ എന്താ, സാധാരണഗതി ഒരു നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി ജനിക്കാൻ പോവുക, 9 മാസം 10 ദിവസം ആകുമ്പോൾ ആ കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് ജനിക്കുമല്ലേ. അതേ കുട്ടിയെ നമ്മൾ 2-ാം മാസം അല്ലെങ്കിൽ 3-ാം മാസം ഓപ്പറേറ്റ് ചെയ്തെടുത്താൽ എന്ത് പറ്റും? ചിലപ്പോൾ ആ കുട്ടി മരിച്ചു, അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് കെയറിങ് കൊടുക്കേണ്ടതായിട്ട് വരും. ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ചിലപ്പോൾ ജീവിച്ചെന്നിരിക്കും. എന്ന് പറഞ്ഞ പോലെ അതിന് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പിതൃക്കളെ ഇരുത്തോ സൂക്ഷ്മം കഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം കർമ്മങ്ങൾ ലോപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ലീവ് കിട്ടിയില്ല, ഈ മരിച്ച ആളുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്നില്ല, ബന്ധുക്കൾ പ്രധാനം ഇഷ്ടമുള്ള ആരും വന്ന് ബലിയിട്ടില്ല, ഇവരൊക്കെ നമുക്ക് ആ കർമ്മത്തിലെ ലോപത്വമാണ്. ആത്മാവിന് പരിസരണി കിടക്കുക, അല്ല ആത്മാവിന് പിതൃ എന്നുള്ള അവസ്ഥയിലേക്ക് പോകാൻ പറ്റത്തില്ല, പ്രേതാവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ സുദർശനവും കഴിച്ച് സുദർശനത്തിനകത്ത് ഇവരെ ആവാഹിച്ച് ഇവർ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, അതിനൊക്കെയുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങളും ഒക്കെ ചെയ്ത് പിറ്റേ ദിവസം നമുക്ക് ദാശനാവും, തിലഹവനം, സായുജ്യ പൂജ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോയി ഇരുത്തുന്നത്. ഇപ്പം ചില അങ്ങനെ സമ്പത്ത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് സമയമില്ല സാഹചര്യം ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ സുദർശനം കഴിച്ച് ഡയറക്റ്റ് നമുക്കിവരെ കൊടുത്ത് വിടാറുണ്ട്. അപ്പം അത് ഒരാൾ ജനിക്കുമ്പോൾ ജനിച്ച നക്ഷത്രത്തിനും മരിച്ചു കഴിയുമ്പോൾ മരിച്ച നക്ഷത്രത്തിനും ഇരുത്തി കഴിയുമ്പോൾ ഇരുത്തി നക്ഷത്രത്തിനുമാണ് പ്രാധാന്യം. ഇരുത്തി നക്ഷത്രത്തിന് 3 വർഷം അവിടെ തന്നെ പോയി ബലികർമ്മങ്ങൾ, തിലഹവനാദി പിതൃപൂജാദി കർമ്മങ്ങൾ ഇരുത്തിയ ക്ഷേത്രത്തിൽ തന്നെ ചെയ്യണം. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇരുത്തിയെങ്കിലേ ഇരിക്കത്തുള്ളൂ. ചില പറയും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇരുത്തി അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ഇരുത്തി എന്ന് പറയും, ഒരിക്കലും ഇരിക്കത്തില്ല. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇരുത്താം. ഭദ്രകാളിദാസനായ ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ഒരു അർഗോല, ഭദ്രകാളി ബന്ധമുള്ള അർഗോലയാണെങ്കിൽ അവിടെ കൊണ്ട് മണിയിലോ രക്തദനമുട്ടിയിലോ ഒക്കെ ആവാഹിച്ചിരുത്തി അവിടെ ഇരിക്കും. ഇല്ലാത്ത പക്ഷം ഇരിക്കത്തില്ല. പിതൃവിനെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിത്യം ബലികർമ്മങ്ങൾ, നിത്യം തിലഹവനം, നിത്യം പിതൃപൂജ, പിതൃക്കൾക്ക് വേണ്ടി പ്രത്യേകം നിവേദ്യങ്ങൾ കൊടുക്കുന്ന ക്ഷേത്രത്തിൽ ഇരുത്തണം. എങ്കിലേ പിതൃക്കൾ ഇരിക്കത്തുള്ളൂ. പിതൃക്കൾ ക്ഷുഭിതരായിക്കഴിഞ്ഞാൽ, പിതൃശാപം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാതൃശാപം ഉണ്ടെങ്കിൽ നമുക്കൊരു കാരണവശാലും ഗതി പിടിക്കത്തില്ല, ഒരു കാരണവശാലും രക്ഷപ്പെടത്തില്ല, അനുഭവയോഗം ഉണ്ടാകത്തില്ല. ജാതകത്തിൽ എത്ര രാജരാജയോഗം, ചക്രവർത്തി യോഗം, നിപുണയോഗം, മാളവയോഗം, പഞ്ചമഹായോഗങ്ങൾ ഏതുണ്ടെങ്കിലും അതൊന്നും നമുക്ക് ജാതകത്തിൽ മാത്രം നിൽക്കും, ജീവിതത്തിലുണ്ടാകത്തില്ല. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ പിതൃപൂജ തിലഹവനം നടത്തുന്നവരൊക്കെ നമ്മൾ ചിന്തിക്കുക, ഇവരെ ഇരുത്തിയ ശേഷം നിങ്ങൾ നടത്തിക്കോളൂ, നല്ലതാണ്. പക്ഷെ ഇരുത്താതെ കണ്ടിട്ട് നടത്തിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. ആ പിതൃക്കൾ ആ ക്ഷേത്രത്തിനും കൂടെ ബാധയായിട്ട് വരത്തേ ഉള്ളൂ. ക്ഷേത്രത്തിനും ബാധയാവും, നിങ്ങൾക്കും ബാധയാവും. കാരണം അവർക്ക് ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, ദ്വാരപാലകന്മാർ നിൽക്കുമ്പോൾ. നിങ്ങൾ എന്തായാലും ചെയ്യുന്നുമുണ്ട്. ഇപ്പം ഇലയിട്ടിട്ട് ഒരു മതിലിനപ്പുറത്ത് ഇലയിട്ടിട്ടുണ്ടേ ആഹാരം വെക്കുന്നുണ്ടേ എന്ന് പറയുന്ന പോലെ ഇലയിട്ട ആഹാരം വിളമ്പി കുറച്ചു നേരം കഴിഞ്ഞ് ആരും കഴിക്കാതെ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? എടുത്ത് കളയും. അവർക്ക് ഗുണമില്ല, നമുക്ക് ഗുണമില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് നമ്മൾ ചുമ്മാതെ ഈ പിതൃപൂജയും തിലഹവനമൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. തൽക്കാല പരിഹാരമായിട്ടൊക്കെ ചില ജ്യോത്സ്യന്മാർ നിർദ്ദേശിക്കാറുണ്ട്. അത് ശാശ്വതമായ പരിഹാരമല്ല. ശാശ്വതമായിട്ടുള്ളത് ഇവർ ദുർമരണപ്പെട്ടവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ കർമ്മങ്ങൾ വൃത്തിയായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഇരുത്തുക തന്നെ വേണം. അതിനൊരു ഷോർട്ട് കട്ട് അല്ല. ഇരുത്തിയ ശേഷം നിങ്ങൾ പിതൃപൂജയും തിലഹവനമൊക്കെ ബലിയൊക്കെ ഇട്ട് നോക്കും. ബലി ഇടുക എന്ന് വെച്ചാൽ ആഹാരം കൊടുക്കുക എന്നർത്ഥം. ആ ബലി ഇട്ട ആഹാരം സ്വീകരിക്കുന്ന എന്ത് വേണം? ഇവർക്ക് ശരീരം വേണം. നമ്മൾ സുദർശനത്തിലൂടെ നമുക്കിതേ ശരീരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. വെള്ളി, സ്വർണം, പിത്തള രൂപങ്ങളിലേക്ക് ഇവരെ ആവാഹിക്കുക ചെയ്യുന്നു. വാഹിക്കുക, അതിനെ വഹിക്കത്തക്ക രീതിയിലുള്ള, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള ബിംബങ്ങളിലേക്ക് അതിനെ പ്രവേശിച്ച ശേഷം അതിന് ശുദ്ധിക്രിയകളും ഒക്കെ ധാരാളം ക്രിയകൾ പറയുന്നുണ്ട്. അതൊക്കെ ചെയ്ത ശേഷം വിഷ്ണു ഭാഗത്തെങ്കിൽ ലയിപ്പിക്കാനായിട്ടാണ്, അതായത് സായുജ്യം കിട്ടാനായിട്ടാണ് ഈ പറഞ്ഞ തിരുവല്ലത്തും വർക്കലയെ കൊണ്ടുപോയി ഇരുത്തുന്നത്. അങ്ങനെ ഇരുത്തിയെങ്കിലേ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് അവർക്ക് ഗതി കിട്ടണം, അവരുടെ അനുഗ്രഹം വേണം. നിങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്ത ശേഷം ബലിയിടുക, തിലഹവനം പിതൃപൂജയൊക്കെ നടത്തുക.
ഇതൊക്കെ ഇരുത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും വീട്ടിൽ വെച്ച് പിതൃക്കൾക്ക് വേണ്ടി വായന നടത്തുക, പിതൃവും സങ്കല്പിച്ച് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുക. ഇപ്പം ഉണക്കുകാലമാണ്, കാക്കയ്ക്ക് പക്ഷികൾക്കൊക്കെ ആഹാരം കൊടുക്കുക നല്ലതാണ്. ഇരുത്തിയ ശേഷം പിതൃവും സങ്കല്പിച്ച് കൊടുക്കരുത്. അതിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ, അതിനോടുള്ള അനുകമ്പ കൊണ്ട് നമുക്ക് കൊടുക്കാം. വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി വായന നടത്താം ആരുടെയെങ്കിലും നക്ഷത്രത്തിന്, അതിനൊന്നും തെറ്റില്ല. ഇരുത്തി കഴിഞ്ഞിട്ടും നമ്മൾ അതിന് വീട്ടിൽ വെച്ച് പല ആചരണങ്ങളും പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുക. ഉത്രാടത്തിന് സദ്യ വെക്കുക, ഓണത്തിന് സദ്യ വെക്കുക, മരിച്ചവരെ ഓർത്ത് വിലപിക്കുക, മരിച്ചവരുടെ ഫോട്ടോ വെച്ച് മാലയിട്ട് വിളക്ക് കത്തിക്കുക, അല്ലെ ലൈറ്റ് ഇടുക. അതുപോലെ കിഴക്കോട്ട് ദർശനമായിട്ട് മരിച്ചവരുടെ ഫോട്ടോ വെക്കാൻ പാടില്ല, തെക്കോട്ട് ദർശനമായിട്ടേ വെക്കാൻ പാടുള്ളൂ. മരിച്ചവരെ ഓർത്ത് എപ്പോഴും കരയുക, അവരെ കൂടെ അവരെ ഇങ്ങനെ ഓർത്ത് അവരുണ്ടായിരുന്നെങ്കിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാതിരിക്കുക. അതുപോലെ വീട്ടിലെന്താ ആഹാരം ഉണ്ടാക്കുമ്പോഴും പിതൃക്കെന്ന് പറഞ്ഞ് മാറ്റി വെക്കാതിരിക്കുക. ഇരുത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്തുവാ അടുത്ത ജന്മത്തിലേക്ക് പോകണം. അവർക്കൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി അവരെ കൊണ്ടുപോയി ഇരുത്തുന്നത്, അവർക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി കൊണ്ടുപോയി ഇരുത്തുന്നത്. ഇരുത്തണമെങ്കിൽ ഒരുപാട് ക്രിയകൾ ചെയ്തെങ്കിലും ഇരുത്താൻ പറ്റുള്ളൂ. വിളിച്ചു വരുത്തണമെങ്കിൽ 2 അരി നനച്ച് വെച്ചാൽ മതി, വിളിച്ചു വരുത്താം. അപ്പം നമുക്ക് അത് മനസ്സിലാക്കുക. നമുക്ക് അറിവില്ലാത്ത ആചാരങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക, അത് അപകടമായി വിളിച്ചു വരുത്തുള്ളൂ. പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ പിതൃപൂജയും തിലഹവനമൊക്കെ നടത്തുന്നവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.